ജാഗ്രത എന്ന ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുക അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ചാണ്. കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ വിരോധാഭാസങ്ങൾ എന്നുള്ള ഒരു ശീർഷകത്തിലാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെ സമീപിക്കുക. ഞാൻ പറയുന്ന വിഷയങ്ങൾ, ഞാൻ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനല്ല, എങ്കിലും എൻ്റെ ജീവിതാനുഭവവും എൻ്റെ പരിസരത്ത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും അനുദിനം നമ്മൾ കേൾക്കുന്ന വാർത്തകളും എല്ലാം വെച്ചുകൊണ്ട് നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ചില ആ കണ്ടെത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. അത് പ്രശ്നമാണ്, എൻ്റെയും നിങ്ങളുടെയും പ്രശ്നമാണ്, നമ്മുടെ കുട്ടികളുടെ പ്രശ്നമാണ്. അത് നമ്മൾ പരിഹരിക്കാനുള്ള ശ്രമം നമ്മുടെ വശത്തു നിന്ന് വളരെ ഗൗരവമായി തുടങ്ങണം എന്നാണ് ഇതിൻ്റെ ആരംഭത്തിൽ പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു പ്രശ്നം വളരെ സങ്കീർണമായൊരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഒരു പ്ലൂറലിസ്റ്റ് സൊസൈറ്റിയാണ്. ഭാഷ, സംസ്കാരം, കല എല്ലാ വിധത്തിലും നമ്മൾ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ നമ്മളെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു വലിയ ഭരണഘടനയും ഒരു സംസ്കാരവുമുണ്ട്. ഈ സംസ്കാരത്തെ നമ്മൾ കണ്ടെത്തണം. ഈ സംസ്കാരത്തിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യണം. അത് നമ്മൾ നിലനിർത്താനും അതിനെ വേണ്ട വിധത്തിൽ സംസ്കരിക്കാനും നമ്മൾ തയ്യാറാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്ക് ഈ ഒരു മാറ്റം, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം സാധ്യമാകും. കുട്ടികളെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ വലിയ അറിവിലേക്കും സാങ്കേതിക വിദ്യകളിലേക്കും കടത്തിവിടാനായിട്ടുള്ള തെറ്റായ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഈ കഴുത്തറപ്പൽ മത്സരമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. എൻ്റെ കുഞ്ഞിന് ഒരിടം കിട്ടണമെങ്കിൽ അവൻ ഏറ്റവും വേഗം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിഞ്ഞിരിക്കണം എന്നൊരു ചിന്ത എല്ലാ മാതാപിതാക്കൾക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. അവരാരും കുറ്റം പറയുകയില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ്. ഓരോ കുഞ്ഞിൻ്റെയും കഴിവ് വ്യത്യസ്തമാണ്. അവരുടെ ആഭിമുഖ്യം, അവരുടെ മനോഭാവം, മനോനില, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ വിദ്യാഭ്യാസത്തിനെയും സമീപിക്കാനായിട്ട്. നമ്മളൊരു ടാർഗറ്റ് വെക്കുന്നു, ആ ടാർഗറ്റിലേക്ക് കുട്ടിയെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു തെറ്റായ പ്രവണത നമ്മുടെ നാട്ടിൽ എങ്കും നിലനിൽക്കുന്നുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരുപാട് പരസ്യ കമ്പനികളും കമ്പോള തരത്തിലുള്ള പല സ്ഥാപനങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ വലയിൽ നമ്മൾ വീണു പോവുക എന്ന് പറയുന്നതാണ് നമ്മുടെ വലിയ പ്രശ്നം. നമ്മൾ ആലോചിക്കുക, ഇൻ്റർനാഷണൽ സ്കൂൾ പെട്ടെന്ന് നമുക്ക് വളരെ ഇത് തോന്നും. എത്ര പണം മുടക്കിയാലും കടം വാങ്ങിച്ചാലും നമ്മുടെ കുഞ്ഞിനെ ഇൻ്റർനാഷണൽ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടോളും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. പഠിക്കുന്ന സ്കൂളല്ല, പഠിക്കുന്ന സാഹചര്യങ്ങളും അവിടെയുള്ള ഇൻ്ററാക്ഷൻസ് ഒരു സാമൂഹികവൽക്കരണമാണ് കുട്ടിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുക എന്ന കാര്യം നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നതുകൊണ്ട്. ഞാൻ ഈ അംഗൻവാടിയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അംഗൻവാടി, കുടുംബശ്രീ, അതുപോലെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ, ഇതുപോലുള്ള പ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ അത് അവിടെ പരിഹരിക്കാനായിട്ട് അവരുടെ മാതാപിതാക്കളെ കൂട്ടി ഇതുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അവർ വിചാരിക്കും, അതൊന്നുമല്ല, നമ്മുടെ കാര്യം നോക്കണം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഏറ്റവും നല്ല സ്കൂളിൽ പോവുക, ഏറ്റവും നല്ല യൂണിഫോം, ഏറ്റവും നല്ല വാഹനം. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കുട്ടിയെ ഇൻസുലേറ്റ് ചെയ്യണം. ഒരു കുട്ടി സമൂഹത്തിൽ ജീവിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് സമൂഹത്തിലുമായിട്ട് ഇടപെടാൻ കഴിയുള്ളൂ. സമൂഹത്തിൽ ഇടപെടാൻ കഴിഞ്ഞാൽ മാത്രമേ ആ കുട്ടിക്ക് മനസ്സിന് ശക്തി വരുള്ളൂ. അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും അവൻ പരാശ്രിതനായിരിക്കും, ആരെങ്കിലും ആശ്രയിക്കണം. ചെറുപ്രായത്തിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ആയെയോ ആശ്രയിക്കുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് സ്കൂളും കണ്ടക്ടറും അവരും ആയിട്ടുള്ള ഒരു ആശ്രിതത്വം വരുന്നു. എല്ലാ രംഗത്തും പിന്നെ ആശ്രിതത്വത്തിൽ വളർന്ന് ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലേക്ക് ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിഫൈൻഡ് റോളിലല്ലാതെ വേറൊരിടത്തും ജീവിക്കാനാവില്ല എന്നുള്ളൊരു വലിയ അപകടം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ നിങ്ങളൊരു ഒരു സർക്കാർ ഓഫീസിലേക്കോ എവിടെയെങ്കിലും ഒന്ന് വിട്ടുപോകുക, അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് ഒരു കാര്യത്തിൽ പറഞ്ഞു വിട്ടാൽ പോകില്ല. അവന് ധൈര്യമില്ല. അവൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമുണ്ട്. ഇടപെടുന്ന ആൾക്കാരുമായിട്ട് എങ്ങനെ ഇടപെടണം എന്നറിയില്ല. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രശ്നമാണ് നമ്മളെ വളരെയധികം ബാധിക്കുക. ഇതുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു 3 വയസ്സ് മുതൽ നമ്മൾ പ്ലേ സ്കൂളിൽ വിടാൻ ആരംഭിക്കുകയാണ്. പ്ലേ സ്കൂൾ എന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു കൃത്രിമത്വത്തിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വസൂലാക്കുന്ന ഫീസിൻ്റെ കണക്കനുസരിച്ച് അവിടെ സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ്. ആ സൗകര്യങ്ങൾ ഭൂമി തൊടാത്ത സൗകര്യങ്ങളാണ്. നമ്മൾ മണ്ണുമായിട്ടുള്ളൊരു ബന്ധം, ഈ ബന്ധത്തിൽ നിന്ന് വേണം നമ്മുടെ ജീവിതം ആരംഭിക്കാനായിട്ട്. കാരണം ഈ ജീവിതത്തിൽ എന്തെല്ലാം സുഖസൗകര്യങ്ങളും
ഒക്കെ ഉണ്ടായാലും ടെക്നോളജി എത്ര വർദ്ധിച്ചാലും മണ്ണിൽ ചവിട്ടാതെ നമുക്ക് ജീവിതമില്ല. നമ്മുടെ പ്രശ്നം പല പ്ലേ സ്കൂളുകളിലും കുഞ്ഞുങ്ങളിരുന്ന് ഉറങ്ങുന്നതായിട്ട് മാതാപിതാക്കൾ പരാതിപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കുന്നു, കുഞ്ഞ് അക്ഷരം കളിക്കുന്നു, കുഞ്ഞ് അവിടെ ഇരുന്ന് മയങ്ങി ഉറങ്ങുന്നു. ഇത് അപകടകരമായൊരു സ്ഥിതിയാണ്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. കുഞ്ഞിന് ചെറിയ തോതിലുള്ള മിഠായിയോ എന്തെങ്കിലും കൊടുക്കുന്നതായിട്ട് പലപ്പോഴും പലരും കണ്ടെത്തിയിട്ടുണ്ട്. അവിടുത്തെ ആർക്കും നമുക്ക് ജോലി എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടറിയാം, കൊച്ചുങ്ങളെ നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടറിയാം. കൊച്ചുങ്ങൾ കുസൃതികളാണ്, അവർ പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷെ അവരെ നോക്കാനുള്ള എളുപ്പത്തിന് പല കുട്ടികളെയും ചെറിയ തോതിലുള്ള മയക്കുമരുന്നിൻ്റെ ഇതിൽ പെടുത്തിയിട്ട് അവരവിടെ നിന്ന് നിശബ്ദരായിട്ട് ഇരിക്കുന്നതായിട്ട് അതിനുള്ള കംപ്ലയിൻറ്റുകൾ കേട്ടിട്ടുണ്ട്. ഇത് ചെറിയ കുട്ടികളിൽ മാത്രമല്ല, പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും അത് മയക്കുമരുന്ന് ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ മൈൽഡ് ഡോസിലുള്ള ഒരു മിഠായിയുടെ കാര്യമല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ, ഫോണിൻ്റെ ഒരു അതിപ്രസരം, കൊച്ചുങ്ങളെ അടക്കിയിരുത്താനായിട്ട്, കൊച്ചുങ്ങൾ ശല്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട്, മാതാപിതാക്കളുടെ ജോലി സ്ഥലത്ത് അവർ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് അവർക്ക് ഏതെങ്കിലും പരിപാടി ഇട്ട് കൊടുക്കുക. ആ പരിപാടി കണ്ട് വളരുന്ന കുട്ടി അതിൽ അഡിക്റ്റാകുക. ഈ അഡിക്ഷൻ അവരെ ഒറ്റപ്പെടുത്തുകയാണ്. അവർക്ക് പിന്നെ വേറെ ആരുമുണ്ട്, കൂട്ടുകാർ വേണ്ട, മാതാപിതാക്കൾ വേണ്ട, അപ്പൂപ്പനും അമ്മൂമ്മയൊന്നും വേണ്ട. അവർ സ്വന്തമായിട്ട് അവരുടെ മുറിയിൽ പോയിരുന്നിട്ട് ഈ ഫോൺ ഓൺ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് കളിച്ചോളും. ഇത് വലിയ അപകടം ചെയ്യുന്നൊരു സംഗതിയാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അമിതമായ രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ, ഈ ഫോണിലേക്കും അതുപോലെയുള്ള മാധ്യമങ്ങളിലേക്കുള്ള ഇൻഡക്ഷൻ കുട്ടികൾക്ക് വലിയ ദ്രോഹം ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു സംഗതി, കുട്ടികൾ അക്ഷരവും അക്കവും പഠിക്കുക എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. അക്ഷരങ്ങളിലൂടെ വാക്കുകളിലൂടെ ആശയങ്ങളിലൂടെ അവർക്ക് വലിയ ഉന്നതമായ തലങ്ങളിലേക്കുള്ള വൈദഗ്ധ്യങ്ങളിലേക്ക് അവർക്ക് കടക്കാൻ കഴിയും. കണക്ക് അല്ലെങ്കിൽ അക്കങ്ങളുടെ പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസ് നമുക്കറിയാം. അതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ കണക്ക് പിന്നെ കൂട്ടുക, കിഴിക്കുക, ഹരിക്കുക, ഗുണിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രക്രിയ എൻ്റെയൊക്കെ പ്രായത്തിൽ എൻ്റെയൊക്കെ ഇതിലുണ്ടായിരുന്നു. അത് അടിസ്ഥാനപരമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതൊരു വലിയൊരു ലോഞ്ചിങ് പാടാണ്. നമുക്ക് എത്ര ഉയരത്തിലേക്ക് വേണേലും വളരാം. വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന രീതിയിലേക്ക് അക്ഷരവും അക്കങ്ങളും ഉറപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും അടിസ്ഥാനത്. നമ്മുടെ പുതിയ കണ്ടുപിടുത്തത്തിൽ ചില പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി. 10-30 വർഷത്തിനുള്ളിൽ നടത്തിയ പരീക്ഷണങ്ങൾ പിള്ളേരെ പരീക്ഷണ വസ്തുക്കളായിട്ട്, ഗിനിപ്പിക്കുകളായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുപോയി ഇതൊക്കെ വലിയ അപകടം ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഇത് ജനറലായിട്ട് പറയുന്നുണ്ട്. ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഈ ഞാൻ കുട്ടികളുമായിട്ട് ഇടപെടുന്ന ആളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ഒരു പേപ്പർ വായിക്കാൻ പറഞ്ഞാൽ അവന് വായിക്കാൻ കഴിയുന്നില്ല. കൂട്ടി വായിക്കാൻ അറിയില്ല. ഒരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുത്തിട്ട് ബാക്കി വാങ്ങിക്കാനായിട്ട് അവൻ അറിയുന്നില്ല. അവനെ ഫോണിൽ കാൽക്കുലേറ്ററിൽ കൊണ്ടുവന്നിട്ട് അത് വെച്ച് നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ അവൻ്റെ ആശ്രിതത്വം എന്ന് പറയുന്നത് വലിയ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് വലിയ ഒരു അളവിലേക്ക് മാറുകയാണ്. ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ മനസ്സും കാഴ്ചപ്പാടും സ്വതന്ത്രമാകുക. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട് അവിടെ. കുട്ടികളിങ്ങനെ ആരെങ്കിലും ആശ്രയിച്ച് എന്തിനെങ്കിലും ആശ്രയിച്ച് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിന് പോകാൻ പരിമിതികളായി. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നാൽ അവരുടെ വ്യക്തിത്വത്തിനും അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ചും ചെറിയ യുവ മാതാപിതാക്കൾ, അവർ വളരെ ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ബാക്കി എന്തെല്ലാം നിങ്ങളുടെ പ്രൊമോഷനാകട്ടെ, പോസ്റ്റിംഗ് ആകട്ടെ, മറ്റെല്ലാ നേട്ടങ്ങളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ സമ്പാദിക്കുന്ന പണത്തിന് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കത് കൊണ്ട് വലിയ പ്രയോജനമില്ല. പക്ഷേ കുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കൊച്ചിൻ്റെ വ്യക്തിത്വ വികാസം, സ്വഭാവ രൂപീകരണം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രധാനപ്പെട്ട സംഗതിയെ വിട്ടിട്ട് നമ്മൾ താൽക്കാലികമായി കാലം കടത്തിവിടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് വിദ്യാഭ്യാസത്തെ നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇത് മാറണം. ഇത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാവണം. ഗൗരവതരമായിട്ട് ഇതിനെ പഠിക്കണം. നിങ്ങളുടെ പരിസരത്തുള്ള വിദ്യാഭ്യാസ വിദഗ്ധന്മാരോ അല്ലെങ്കിൽ അതുപോലുള്ള മനഃശാസ്ത്രജ്ഞരുണ്ടെങ്കിൽ അവരുമായിട്ടാണെങ്കിലും പങ്കുവെക്കണം. കൊച്ചുകുട്ടികൾ ചിലപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ വളരെ വൈകല്യം കാണുന്നുണ്ട്. കുട്ടികൾക്ക് അമിതമായിട്ട് വണ്ണം വെക്കുക, തൂക്കം വെക്കുക, കുട്ടികൾ ആൾക്കാരുമായിട്ട് കയർക്കുകയും അവരുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാതെ പോവുക, കലഹിക്കുക, ഇതെല്ലാം നമ്മൾ വലിയൊരു ലക്ഷ്യമായിട്ട് കണക്കാക്കണം. കുട്ടിയുടെ വ്യക്തിത്വം ശരിയായ ദിശയിലല്ല, ഉത്തരട്ടതയിലേക്കും ജാഗ്രതയിലേക്കും പ്രാപ്യവരാ നിബോധയിലേക്കും വളരുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടിനെ തിരിച്ചു കൊണ്ടുവരണം. ഇല്ലെങ്കിൽ വലിയ അപകടം നമ്മളെ കാത്തിരിക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.